മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കാം. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? കപ്ലങ്ങാപ്പഴം കൊണ്ട് ഒരു മായയില്ലാത്ത നല്ലൊരു ഐസ്ക്രീം, സൂപ്പർ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൻ. ആദ്യം നമുക്ക് കപ്ലങ്ങയുടെ കുരുവൊക്കെ മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അത് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം എടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ അത് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് ഒരു ഏലക്കായും പൊടിച്ചിടുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് ജ്യൂസ് അടിക്കുന്ന പോലെ അടിച്ചെടുക്കുക. മിക്സിയിൽ അടിക്കണമെന്നില്ല, നമുക്ക് സ്പൂൺ കൊണ്ടിട്ട് അടിച്ചാലും മതി. കണ്ടോ, എന്നിട്ടിതാ കണ്ടോ, നല്ല സൂപ്പർ ഐസ്ക്രീം. ഇപ്പം നമുക്ക് അതിന് മുന്തിരി വേണ്ടിയവർക്ക് മുന്തിരി വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, വേണ്ടിയവർക്ക് വെച്ചാൽ മതി. തണുപ്പ് പറ്റാത്തവർക്ക് ഐസ്ക്രീം കഴിക്കണമല്ലോ, അപ്പോൾ അവർക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നല്ല സൂപ്പർ കപ്ലങ്ങ ഐസ്ക്രീം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതല്ലേ കപ്ലങ്ങ. നമുക്കൊരു മായയില്ലാത്ത ഐസ്ക്രീം തിന്നൂടെ? ഇതിലൊരു മായമില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ. കപ്ലങ്ങാപ്പഴം കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയത്. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഐസ്ക്രീമാണ്. വേണ്ടിയവർക്ക് മുട്ട നല്ലപോലെ അടിച്ച് ഒന്ന് പുതപ്പിച്ച് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് തണുത്ത് വരുമ്പം ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. ഐസ്ക്രീം ഉണ്ടാക്കിയ നല്ല സൂപ്പർ ഐസ്ക്രീം. ഏത് നാട്ടിലുള്ള സാധനമാണ് കപ്ലങ്ങ. എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണം, കഴിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ശോശാമ്മ കിച്ചൺ ഐസ്ക്രീം ഉണ്ടാക്കിയത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അതെല്ലാം കഴിക്കാൻ കൂടുന്നുണ്ടോ? കഴിക്കാം. അല്ല, സൂപ്പർ ഐസ്ക്രീം. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. നല്ല മധുരമുള്ള കപ്ലങ്ങയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.